ഞാൻ എങ്ങോട്ട് പോവും എൻ്റെ അമ്മ? മോളി പാവിയോട് പൊറുക്കണം. പപ്പ തോറ്റുപോയി. ജീവിതത്തിൽ എവിടെയൊക്കെ കൈവച്ചോ അവിടെയൊക്കെ പിടിച്ചു. നാശത്തിലേക്ക് നിറഞ്ഞുകൊണ്ട് തന്നെ ഓരോ പടിയും വെച്ചു. തോറ്റുപോയി പൊന്നെ, പപ്പ തോറ്റുപോയി. ലോകത്ത് ഒരു തെറ്റും ചെയ്യാത്തവരാണ് മോളെ കൂടുതൽ വേദനിക്കുന്നത്. ഇത്ര ചീത്തയും കേട്ടിട്ട് ഒരു പിച്ചക്കാരിയെ പോലെ ഞാൻ എങ്ങനെയാ പപ്പ ഇവിടെ കഴിയണേ? പപ്പയ്ക്ക് ഒരു വരുമാനവും ഇല്ല, എനിക്കും. മോക്ക് ആ പരസ്യം ചെയ്യാന്നുള്ള ആത്മവിശ്വാസം ഉണ്ടോ? എന്ത് പരസ്യം? ഇത്രയായ സ്ഥിതിക്ക് ഇനി കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളൂ. ഒരവസരം വന്നാൽ മോള് രക്ഷപ്പെടണം. പെണ്ണാണെന്നുള്ള ചിന്ത വേണ്ട. മോൾ ആരെയും നോക്കണ്ട. അപ്പൊ പപ്പ? അമ്മയുടെ കൂടെ പപ്പയും പോയെന്ന് വിചാരിച്ചോ? പപ്പയ്ക്ക് ഒരു സൗകര്യം തരില്ല, അവരെ കൊല്ലും. പപ്പ എന്നേ മരിച്ചു മോളെ. അച്ചാമ്മയും മോളും നമ്മുടെ ആരുമല്ല. നമ്മൾ വേറെയാണ്, അവര് വേറെയാണ്. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പപ്പ? ഒരു പുരുഷായുസിൽ ഒരാൾക്ക് എത്ര കുടിക്കാൻ പറ്റും? എന്നെ ശൂന്യതയിൽ നിർത്തുന്നതും ഞാൻ പെരുവഴിയിലേക്ക് ഇറങ്ങുന്നതും പപ്പ കുടിച്ച ആ വിഷമാണ്. മറക്കരുത്. ഏയ്, ഇതെങ്ങോട്ടാ? വെള്ളയൊക്കെ ആയിട്ട്. ഞാൻ എങ്ങോട്ടായ നിനക്കെന്താ? ഇത് രാത്രിയാണ്. ചേച്ചി പോകുന്നതിന് മുമ്പ് ഒന്ന് ചോദിച്ചോട്ടെ, എന്ത് കുറ്റം ഞാൻ ചെയ്തത്? നീയും നിന്റെ അമ്മ എന്നോട് എങ്ങനെ പെരുമാറും? പാവം കിട്ടാതിരിക്കാൻ വേണ്ടി മാതാവിനോട് പ്രാർത്ഥിക്കാം. ചേച്ചിയും പ്രാർത്ഥിക്കാം. എവിടെ പോകുന്നു? ഓട്ടടി അഹങ്കാരി. എവിടെ പോകാനാ ഈ ഒരുമ്പെട്ടോള്? തിരിച്ച് പട്ടിയെ പോലെ ഇവിടെ തന്നെ വരും. പക്ഷെ ഈ പടിക്കകത്ത് ഞാൻ കേട്ടില്ല. അച്ചാമ്മയാണ് പറയുന്നത്, ഓർത്തോ? ലിസ മാഡത്തിന്റെ സഹോദരിയല്ലേ? എന്താ ഈ നേരത്ത്? ഞാൻ മാഡം, മഴ വരുന്നുണ്ട്, എനിക്ക് പോണം. പോയിട്ട് ഒരുപാട് അത്യാവശ്യമുള്ളതാണ്. അകത്ത ആളില്ലേ അച്ചാരെന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യില് കാശില്ല. എത്രയാടോ? 40 രൂപ. ഇതാ പിടിക്ക്. ശരി, ഞാൻ വരട്ടെ. ഒറ്റയ്ക്ക് ഈ നേരത്ത്? സ്റ്റുഡിയോ ഓണറല്ലേ അച്ചാരെന്ന് എല്ലാരും വിളിക്കുന്ന? സാറ് ബാംഗ്ലൂർക്ക് പോയി. ഇവിടെ 2 ദിവസം അവധിയാ. ഗുരുജി എന്ന് പറയുന്ന ഒരാള്? സാറും പോയി. സാറിന്റെ വീട് ഇവിടെ അടുത്താ. അവിടെ കാണോ? അതറിയില്ല. ചോദിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. മഴ വരുന്നുണ്ട്. ഈ അസമയത്ത് ആ വീട്ടിലേക്ക് ഒരുപാട് ദൂരമുണ്ടോ? ഈ തെരുവിന്റെ അങ്ങേറ്റത്ത് ഒരു STD ബൂത്ത് ഉണ്ട്. അവിടെ ചോദിച്ചാൽ പറഞ്ഞു. വളരെ വിചിത്രമായി തോന്നുന്നു. സന്ധ്യയ്ക്ക് ഞാൻ വിളിച്ച ഒരു ഫോൺ കോൾ ഒരു പെൺകുട്ടിയുടെ മേൽക്കൂരയും കുടുംബവും നഷ്ടപ്പെടുത്തിയിരിക്കുന്നു അല്ലേ? അതൊന്നും ആരുടെയും കുറ്റം കൊണ്ടല്ല സാർ. എന്റെ തലയിലെഴുത്ത് എന്നും അങ്ങനെയാ. തൽക്കാലം തലയിലെഴുത്ത് അങ്ങനെ നിൽക്കട്ടെ. തലയിൽ നീർത്താഴ്ച ഉണ്ടാവും നോക്കണം. ഒന്ന് കുളിച്ചോളൂ. ദേ, ആ മുറി ഉപയോഗിക്കാം. തീരെ സഹി കെട്ടപ്പെടാൻ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എങ്ങോട്ട് പോണെന്ന് ഒരു പിടിയില്ലായിരുന്നു. അതാ ഞാൻ. അതെല്ലാം പറഞ്ഞ കാര്യങ്ങളല്ലേ. ആദ്യം പോയി കുളി ചീറൻ മാറാൻ നോക്ക്. പനിയെങ്ങണം വന്നാലേ
പരിചരിച്ച് ശീലമില്ല എനിക്ക്. ദേ ആ മുറി. ഓ സോറി. നനഞ്ഞതൊക്കെ ഒന്ന് പിഴിഞ്ഞിട്ടു. ഇവിടെ സ്ത്രീകൾക്ക് പറ്റിയതൊന്നും ഇല്ലല്ലോ. അതിന് ഇവിടെ സ്ത്രീകളില്ലല്ലോ, അതുകൊണ്ട് തന്നെ അത്തരം വസ്ത്രങ്ങളും കാണില്ല. എനിക്കാണെങ്കിൽ മുണ്ടും ലുങ്കിയൊന്നും എടുത്ത് ശീലമില്ല. തൻ്റെ ഈ വരവും അപ്രതീക്ഷിതമായിരുന്നല്ലോ. തൽക്കാലം ആ വാർഡ്രോബിൽ ബർമുഡയും ഷർട്ടും കാണും. ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. പാകമാകില്ല, എങ്കിലും ഇന്നത്തേക്ക് ഇങ്ങനെ പൊയ്ക്കോട്ടെ. വെൽക്കം ജെന്റിൽമാൻ. ഈ വേഷം എന്നെക്കാൾ നല്ലതുപോലെ ചേരുന്നത് കുട്ടിക്കാണ്. വാ. ചോറും കറികളൊന്നുമില്ല, ഒരു ലഘുഭക്ഷണമാണെന്ന് കരുതിയാൽ മതി. തൽക്കാലം ഇന്ന് രാത്രി ഇവിടെ കഴിയാം, നാളെ ഒരു വഴിയുണ്ടാക്കാം. ഇരിക്കും. 2 ദിവസം സ്റ്റുഡിയോ അവധിയാണ്. ആ സമയം കൊണ്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കണം. ജോലി ആരംഭിച്ചു കഴിയുമ്പോൾ ഇപ്പോഴുള്ള ടെൻഷനൊക്കെ അങ്ങ് മാറും. ഈ പരസ്യങ്ങളൊക്കെ ഞാൻ ടി-വിയിലേ കണ്ടിട്ടുള്ളൂ. എന്നെ കൊണ്ട് പറ്റുമോ സർ? ജീവിതം ഒന്നേ ഉള്ളൂ എന്നും അത് കരഞ്ഞു തീർക്കാനുള്ളതല്ല എന്നും വിജയിച്ച് കാണിക്കാനുള്ളതാണെന്നുള്ളൊരു വാശി മനസ്സിലുണ്ടെങ്കിൽ പറ്റും. ഇവിടെ വേറെ ആരുമില്ലേ? ഒരു വേദനയുമായിട്ടാണ് ഇയാൾ വന്നത്. എൻ്റെ ഭാണ്ഡം മറ്റൊരവസരത്തിൽ തുറക്കാം. ഒന്നും അവസാനിച്ചിട്ടില്ല, ഒക്കെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെ കരുതണം. ഞാനങ്ങനെ കഴിക്കും. പപ്പ, മഴയത്തൊന്ന് കേറ് പപ്പ. പപ്പ, അമ്മ, ദേ പപ്പ വെളിയിൽ നിന്ന് മഴ തന്നെ. അനേട്ടടി പാപ്പ മോശം. എവിടെ പോയിട്ടുണ്ടാവും അമ്മ? എനിക്കെങ്ങനെ അറിയാനാ? നമ്മുടെ കൂടെ പള്ളിയിൽ വരുന്നതല്ലാതെ തനിച്ച് എവിടെയും പോയിട്ടില്ല. കൂട്ടുകാരെന്ന് പറയാനും ആരുമില്ല. ഏതെങ്കിലും വേണ്ടാത്ത വലയിൽ പോയി ചാടുവോ? അയാൾ ഒരുത്തൻ അവളെ പറഞ്ഞു വിട്ടത്. അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത്? അയാളെന്നൊക്കെ അമ്മയല്ലേ പറഞ്ഞിട്ടുള്ളത്. ചെറിയ കുട്ടിയായിരുന്നു എന്നെയും കൊണ്ട് റെയിൽവേ ട്രാക്കിൽ മരിക്കാൻ നിന്നത്. പപ്പയല്ലേ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. എന്നെ സ്വന്തം മോളെ പോലെ വളർത്തിയത്. ആ ആളെ കുറിച്ചാണ് എങ്ങനെയൊക്കെ പറയുന്നത്. വിളിച്ചോണ്ട് വാടി.